ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ മോളീസ് ഗാർഡൻ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നു. ഞാൻ ഒരുപാട് നാളായല്ലോ മോളീസ് ഗാർഡനിലൊക്കെ കയറിയിട്ട്, പക്ഷേ ഇപ്പോൾ വീണ്ടും കയറിയെല്ലാം തുടങ്ങി. ചെടികളെല്ലാം ഇടയ്ക്ക് നമ്മളുടെ ഗാർഡനർ ചേട്ടനില്ലേ, പുള്ളിക്കാരൻ വന്ന് എല്ലാം വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പുതിയ ചെടികളൊക്കെ നട്ടു, പക്ഷേ ഞാനതൊന്നും കണ്ടില്ലായിരുന്നു. അതിൽ കുറച്ചൊക്കെ ബാക്കിയുണ്ട്. പിന്നെ ഭയങ്കര വേനലല്ലേ, 2 നേരം വെള്ളം ഒഴിക്കണം. അപ്പോൾ ഈവനിങ് ഞാനിങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട്. നോക്കിയാൽ പച്ചമുളകെല്ലാം നല്ല കഴിച്ച് നിൽക്കുന്നു. വൈകുന്നേരം ആയപ്പോൾ വാടി നിൽക്കും എല്ലാ ചെടികളും. രാവിലെ എല്ലാത്തിനും വെള്ളം ഒഴിക്കും. അത് രാവിലെ ഒരാൾ വരുന്നുണ്ട് ഇവിടെ പുറത്തെ ജോലിയെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരിയാണ് ചെടിക്ക് രാവിലത്തെ വെള്ളം ഒഴിക്കും. ഈവനിങ് ടൈം നമ്മൾ ആരെങ്കിലും ഒന്ന് കയറണം. വാടി വാടി നിൽക്കുന്ന ചെടികളും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. നമ്മുടെ ചീര നോക്കിയേ, ഇതൊരു ചീര, ഇത് നമ്മുടെ തുളസി, പിന്നെ ഇത് നമ്മുടെ ചേമ്പ് ഇല, ചീരച്ചേമ്പല നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു. ഇത് വെണ്ടയിലിങ്ങനെ പൂവൊക്കെ വന്ന് കായെല്ലാം വരാനായിട്ട് റെഡിയാവും. ഇത് നോക്കിയാൽ വാടി നിൽക്കുന്നു. ഈ പച്ചമുളക് വാട്ടറിൻ്റെ കുറവുണ്ട്. കത്തിരിക്ക വഴുതനങ്ങ എല്ലാം പൂത്തിട്ടുണ്ട്. അതിന് അടുത്ത സ്റ്റേജ് കായായിട്ട് വരും. ഉണ്ടോ, ഈ മുളക് വാടി നിൽക്കുന്നു, പാവം. ചിലതെല്ലാം വാടിപ്പോകും, ചിലതൊക്കെ നന്നായി നിൽക്കും. ഭയങ്കര വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, നോയ്സ് പൊല്യൂഷൻ. അപ്പുറത്തെ രാമചന്ദ്രയുടെ ജനറേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നതിൻ്റെ ശബ്ദമാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് കായ്ഫലം തരുന്ന അല്ലെങ്കിൽ പച്ചക്കറി കിട്ടുന്ന സ്റ്റേജിൽ നിന്നൊക്കെ മാറി. പക്ഷേ ഇനി ഉള്ള സമയം, ഇനി മഴക്കാലം വരുന്നു. ഇത് നോക്കി, അയ്യോ നമ്മുടെ തൊണ്ടൻ മുളക് വാടി നിൽക്കുന്നു. ഇഷ്ടമല്ലേ, അതിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാം പയറാണ്, കുറ്റിപ്പയർ, ചെറിയ പയർ. ഇത് പച്ചമുളകാണ്, അത്യാവശ്യം പച്ചമുളക് ഓക്കെയാണ്. ഇതും എല്ലാം തൊണ്ടൻ മുളകിൻ്റെ ചെടിയാണ്, അത് കായ്ച്ചിട്ടില്ല. വെണ്ടയ്ക്ക ഇഷ്ടംപോലെ നട്ടിട്ടുണ്ട്. ഇത് മുളക് എഗെയിൻ. ഇത് പയർ ഇടയ്ക്കിടയ്ക്കുണ്ട്, പടർത്തി ഇട്ടിരിക്കുന്നുണ്ടോ. സ്ഥിരമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ വെണ്ടയ്ക്ക, പിന്നെന്താ പച്ചമുളക്, ടൊമാറ്റോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ. വഴുതനങ്ങ, കത്തിരിക്ക, ഇതാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. പിന്നെ കുറേ ഇഞ്ചി. ഇത് വെണ്ടയല്ല, ഇനി അടുത്ത സ്റ്റേജിൽ കായെല്ലാം പറിച്ച് തുടങ്ങാം. കുറേ മല്ലിയില ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതെല്ലാം വലിയ വലിയ മല്ലിയിലയായി മാറി. ഓക്കെ, കണ്ടോ, ഇതെല്ലാം വഴുതനങ്ങയുടെ ബാക്കിയാണ്. വെണ്ടയ്ക്ക, ഇത് നോക്കിയേ, വള്ളിച്ചീര. അത് നമ്മൾ ഇതുവരെ തോരൻ വെച്ച് നിങ്ങൾ കണ്ടില്ലല്ലോ, ഞാനൊരു ദിവസം കാണിച്ചു തരാം. വള്ളിച്ചീരയുടെ തോരൻ ഇതിൽ നിന്ന് ഇല പറിച്ചിട്ട് ചെയ്യാം. അതിഷ്ടംപോലെ വളർന്നു നിൽക്കുന്നുണ്ട്. ഇത് പാവയ്ക്കായിരുന്നു, പക്ഷെ അതിന് അങ്ങനെ ഭയങ്കരമായിട്ട് കായ ഉണ്ടാകുന്നില്ല, എന്താണെന്നറിയില്ല. കറിവേപ്പില ചൈനീസ് അവിടെ ഉണ്ട്, നോർമലായിട്ടുള്ളത് ഇവിടെ നിൽക്കുന്നു. തുളസി ചെടിയുണ്ട്. കറിവേപ്പിലയുടെ നോർമൽ കറിവേപ്പില, അതേ നോക്കൂ, 2 ചെടിയുണ്ട് കേട്ടോ. ഇതൊരെണ്ണം ഉണ്ട്, ഇവിടെ ഇപ്പുറത്തെ ഇതിൽ അല്ലല്ല, ഇതെല്ലാം ഒന്ന് തന്നെ. ഓക്കെ, 2 ശിഖരങ്ങളാണ്. പനിക്കൂർക്ക താഴെയുണ്ട്. ഇതെല്ലാം പയറിൻ്റെ പല പല സ്റ്റേജാണ്. പുതിന നോക്കിയേ, നിറച്ചുണ്ട് കേട്ടോ. അതെ, പുതിന ഇല, ഫ്രഷ് മിൻറ്റ് ലീവ്സ് നമുക്കിപ്പോൾ ധാരാളമായിട്ടുണ്ട്. വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പറിക്കാം, അത്ര ഒരു ഭാഗ്യമുണ്ട്. ഇത് നോക്കിയാൽ വലിയ ചീര, അതിൻ്റെ ഇടയിൽ ചീരയുണ്ട്, മുളകിൻ്റെ ഒരു ഇതും കൂടിയുണ്ട്. ഇതെല്ലാം പയറാണ് നട്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ചീരയും ഉണ്ട്, പച്ചച്ചീര. ഇവിടെ എല്ലാം ടൊമാറ്റോസ് ആയിരുന്നു, പക്ഷേ അതിൻ്റെ എല്ലാം കാലാവധി കഴിഞ്ഞു. എല്ലാം പറിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഗ്രോ ബാഗ്സ് എല്ലാം. ഇനി പുതിയ തൈ വന്നിട്ട് നടാം, അതിനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുക. ഇത് നോക്കിയേ, നമ്മുടെ ഒരു മുരിങ്ങ, ഗ്രോ ബാഗിൽ വളരുന്ന മുരിങ്ങയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ മുകളിലോട്ട് വളരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുരുമുളകിനെ ഈ രീതിയിലാക്കിയിട്ടുണ്ട്. കുരുമുളക് ചട്ടിയിലിരുന്ന കുരുമുളകാണ്, അതിൻ്റെ കമ്പ് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ എല്ലാം ചീത്തയായി പോയി. ഇത് കോവലാണ് കേട്ടോ, ഇവിടെ കംപ്ലീറ്റ് പടർന്നു നിൽക്കുന്നത്. അതിൻ്റെ കുറേ പറിച്ചു അതിൻ്റെ കായല, പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഒരു റൗണ്ട് ഓഫ് കായും കൂടെ കിട്ടുമെന്ന് വിചാരിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റീപ്ലാന്റ് ചെയ്യേണ്ടി വരും. കോവൽ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയില്ലല്ലോ ആ സമയത്ത്. കോവയ്ക്ക ഇതൊരെണ്ണം, പിന്നെ ആ സൈഡിലൊക്കെ 2-3 എണ്ണം ഉണ്ട്. ഇങ്ങനെ കോവയ്ക്കയുടെ ബാക്കിയാണ് കേട്ടോ, ഇവിടെ പറിച്ചതിൻ്റെ ബാക്കിയായോ അവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് രമ്പയില ലാവിഷ്, അത് എപ്പോഴും രമ്പയില മുറിച്ച് മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കാട് പോലെയാകും. ഇതെല്ലാം കോവലിൻ്റെ കണ്ടിന്യൂഷനാണ്. കോവയ്ക്ക, നമ്മുടെ വെണ്ടയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. ഇതെല്ലാം നമ്മുടെ മൈസൂർ ചീര, അതിപ്പോൾ 2-3 ചട്ടിയിലായി കേട്ടോ. ഒന്ന് മാത്രമായിട്ട് തുടങ്ങിയതാണ്, ഇപ്പോൾ കൂടുതലായി. ഇത് ഒരു തരം മധുരമുള്ള ഒരു തെറ്റിയില്ലേ, മധുരത്തെറ്റി, ആ ഭാഗം അതെല്ലാം നേരത്തെ നട്ടതാണ്.
ഇതെല്ലാം പനിക്കൂർക്കാസ്, അതെല്ലാം ലാവിഷായിട്ട്. ഇത് പുതിന ഇവിടെ കുറച്ച് ഡ്രൈ ആയിട്ട് നിൽക്കുന്നു. ഇതാണ് വള്ളിയുടെ സ്റ്റാർട്ടിങ്. ഇവിടെയാണ് കോവൽ നട്ടിരിക്കുന്നത്, കോവയ്ക്ക. അതാണ് ഇങ്ങനെ പടർന്ന് എവിടെയൊക്കെ എത്തി നോക്കിയേ. ദേ 1-2 കാണാൻ വേണമെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാവേ. കുറച്ച് മുറ്റി നിൽക്കുക, ബാക്കിയെല്ലാം പറിച്ചു. നിറയെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, ഞാൻ കണ്ടില്ല, പറഞ്ഞു കേട്ടതാ. നമ്മുടെ പച്ചമുളക് അതെ നിറച്ച് കഴിച്ചിട്ടുണ്ട്. പച്ചമുളക് നല്ല തൈ ആണെങ്കിൽ നിറയെ കായ്ക്കും കേട്ടോ. ഇങ്ങനെ കുറേ ഉണ്ട് ഇപ്പോൾ ഇവിടെ. പിന്നെ അതുപോലെ അഗസ്തിക്കീര വെരി ഫേമസ്, അതും ചട്ടിയിൽ വളരുന്നത്. അതിൻ്റെ പൂവെല്ലാം കുറേ ഇടയ്ക്ക് കിട്ടിയിരുന്നു. അതെല്ലാം നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കിയല്ലോ, അത് അത്യാവശ്യം നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇതൊക്കെ നമുക്കിനി ചെയ്യാൻ പറ്റുന്നതാണ്. മൈസൂർ ചീര ഈ ഒരു ചട്ടിയിലുണ്ട്. ഇതും കുറച്ചുകൂടി ആയിക്കഴിഞ്ഞാൽ മുറിക്കാം. ഇത് ചേമ്പ് ചീര, ഇത് മുറിക്കാം. പിന്നെ ഇതൊക്കെ മൈസൂർ ചീര, അതിപ്പോൾ നമുക്ക് സർപ്ലസ് ആട്ടോ, കൂടുതലുണ്ട്, എല്ലായിടത്തും നന്നായി വളരുന്നുണ്ട്. നമ്മുടെ വെണ്ട നോക്കിയേ, ഇത് ഇച്ചിരി മുറ്റിയതായിട്ട് എല്ലാം പറിച്ചു കഴിഞ്ഞു. അതെ, ഇതെല്ലാം പുതിയ കളക്ഷനാണ്. ഇതെല്ലാം പൂത്ത് തുടങ്ങിയിട്ടുണ്ട്, കാഴ്ച ഇങ്ങനെ അതിൻ്റെ ആയി. ഇതെല്ലാം മാഞ്ചസ്റ്റർ കളക്ഷനാണ്. പുതിന ഉണ്ടോ? ഒരുപാട് കാര്യമായിട്ടൊന്നും പുതിനെ നോക്കുന്നില്ലെങ്കിലും അതിങ്ങനെ നന്നായിട്ട് വളരുന്നുണ്ട്. അത്യാവശ്യത്തിന് നമുക്ക് മിൻറ്റ് ലീവ്സ് എടുക്കണമെങ്കിൽ ഇവിടെ ഓടി വരാം. ഞാൻ പറഞ്ഞില്ല നമ്മുടെ വള്ളിച്ചീരയുടെ കാര്യം, അത്യാവശ്യം നന്നായിട്ട് അതിങ്ങനെ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് ഇത് ഒരെണ്ണം മാറ്റി നട്ടിരിക്കുക, അതിങ്ങനെ വളരുന്നുണ്ട്. ഇതിങ്ങനെ വളർന്ന് അതൊന്ന് പറിച്ചിട്ട് ഇലയൊക്കെ പറിച്ചിട്ട് തോരനോ മെഴുക്കുവരട്ടിയോ ഒക്കെ വയ്ക്കാം. നമ്മുടെ മല്ലിയില, ഇതൊക്കെ ഒരു എമർജൻസിക്ക് നമുക്ക് കിട്ടുന്ന സഹായങ്ങളാണ്. ഒക്കെ പൂത്തിട്ടുണ്ട്. മുളക, ഇതെല്ലാം പച്ചമുളകിൻ്റെ കളക്ഷൻ. ഇതെല്ലാം ഇനി കത്തിരിക്കുക വഴുതനങ്ങയായി മാറുന്ന കാഴ്ചയായിരിക്കും നെക്സ്റ്റ് വരാൻ പോണേ. നമ്മുടെ ചൈനീസ് കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ. ഇതൊരു സന്തോഷമാണ് കേട്ടോ. മോളീസ് ഗാർഡനിൽ വന്ന് ചെടികളുടെ ഇടയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് തോന്നില്ലേ ടോട്ടലായിട്ട്. ഇനി മഴക്കാലത്തിന് വേണ്ടി വേഴാമ്പൽ പോലെ നിൽക്കുകയാണ് ഇവരെല്ലാവരും, ഞാനും. അപ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ നമുക്ക് ചെടിക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ടി വരില്ല, മഴ ഉണ്ടാവുമല്ലോ. പക്ഷേ ചെടികൾക്കൊരു മാറ്റം ഉണ്ടാകും. കിളിയുടെ വീട്ടിലേക്കും കൂടി കയറാം. ഓക്കെ, പൈപ്പൊന്ന് അടച്ചിട്ട് വരട്ടെ. കിളിക്കുട്ടികളെല്ലാം ഉണ്ട് ഇവിടെ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇവിടെ ഒരു ഒറ്റയാന്മാർ 2 പേരുണ്ട്. ഒരാൾ ഡയമണ്ട് ഡോവാണ്, അതിൻ്റെ പേരും എല്ലാ ഫ്രണ്ട്സും നഷ്ടപ്പെട്ടല്ലോ, ഞാൻ പിന്നെ പുതിയത് മേടിച്ചില്ല. പിന്നെ ഒരു വഴിയിൽ നിന്ന് കളഞ്ഞ് കിട്ടിയ ഒരു ഡാമേജ്ഡ് ആയിട്ട് ഒരു ലവ് ബേർഡ് വന്ന് കയറിയായിരുന്നു, ഒരു ആൾ കൊണ്ട് തന്നതാണ്. ഒറ്റ ലവ് ബേർഡ് ഇങ്ങനെ എന്താ പറയുക, ഒരു എങ്ങനെയോ ഒരു ആക്സിഡൻറ്റ് പറ്റി വഴിയിൽ നിന്ന് കിട്ടി. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ട് വിട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇവരുമായിട്ടൊക്കെ ഫ്രണ്ടായിട്ട് നടക്കുന്നുണ്ട്. അതാണ് ഒരു ബ്ലൂ കളറിലെ, അതാണ് ഒറ്റ ലവ് ബേർഡേ ഉള്ളൂ, അത് മാത്രം. ബാക്കിയുള്ളവരെല്ലാം ഫ്രണ്ട്സായി, ഇപ്പം എല്ലാവരും ഫ്രണ്ട്സാണ്. അതേ നോക്ക്, കൂട്ടിനകത്ത് ഒരാളിരിക്കുന്നത് മുട്ടയിടാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. അയ്യോടാ, അത് ക്യൂട്ടായിട്ടിരിക്കുന്നത് കേട്ടോ, സോ ക്യൂട്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറക്കാൻ സാധ്യതയുണ്ട്. അയ്യോ, അവന് മുട്ട ഇട്ടിട്ട് പോയതായിരിക്കും. ഇവരെല്ലാവരും ബിസി. നമ്മളിങ്ങനെ കയറുമ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആണ്. അതേ സിംഗിളായിട്ട് വളരുന്ന ലവ് ബേർഡും ബാക്കി ഫ്രണ്ട്സും. ലവ് ബേർഡ് അതിൽ വന്ന് തൂങ്ങുന്നത് സ്വിങ്ങിലിരിക്കുക. യെസ്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇപ്പോൾ ഈ മാവിനെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. മാവ് അതിനകത്ത് മുഴുവൻ അവരുടെ ഷിറ്റാണ്. അവരിങ്ങനെ ഈ ബ്രാഞ്ചിലൊക്കെ വന്ന് ഇഷ്ടം പോലെ ഇരിക്കാറുണ്ട് എപ്പോഴും. ഈ ചെടി ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. ഓർണമെൻ്റലാണ്, ഇത് ഇൻഡോർ പ്ലാന്റാണ്. അന്ന് കുഴിപ്പള്ളത്തു നിന്ന് വാങ്ങിയതാണ്. അതിപ്പോൾ ഇതിനകത്തായി. അതിനകത്ത് അതിൻ്റെ ഷിറ്റൊക്കെ വരുന്നുണ്ട് ഒരുപാട്. എങ്കിലും ഇവരെല്ലാം ഇവിടെ ഹാപ്പിയാണ്. കണവനാക്ക അതെല്ലാം തീർത്ത് കഴിഞ്ഞു. ഇനിയുണ്ട് വെച്ച് കൊടുക്കാൻ പുതിയത്. ഇതൊരുപാട് കൊടുത്താലേ മുട്ട ഇടുള്ളൂ. ഇപ്പോൾ എല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഒരു 10-13 കിളികളാവുള്ളത് ടോട്ടലായിട്ട്. ഇപ്പോൾ ഈ അടുത്തായിട്ട് അവർ മുട്ടയൊന്നും ഇടുന്നില്ല. കമ്പാരിറ്റീവ്ലി ബ്രീഡിങ് കുറവാണ്. ബ്രീഡിങ് ടൈം ആയിരിക്കില്ല ചിലപ്പോൾ. എല്ലാം എൻ്റെ തലയുടെ മുകളിൽ കൂടെ പറയും ഹലോ. ഇപ്പോൾ സമയം ഒരു 5:30 ആയി. പക്ഷേ ഇപ്പോഴും ഒരു എന്താ പറയുക, നല്ല ചൂടുണ്ട്. ആ വെയിലിൻ്റെ ചൂടിൻ്റെ കാഠിന്യം മാറിയിട്ടില്ല. ടെറസിൽ പോയാൽ നല്ല കടൽക്കാറ്റെല്ലാം ആസ്വദിക്കാം. ഇവിടെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ മുട്ടയിടാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ.
ഇതാണ് ഇപ്പോൾ നമ്മുടെ കിളികളുടെ വീട്ടിലെ വിശേഷം. വളർന്ന് റൂഫിൻ്റെ മുകളിലെത്തി നമ്മുടെ മുരിങ്ങ, ചട്ടിയിൽ വളരുന്ന മുരിങ്ങ അത്. ഓക്കെ, ആ റൂഫിൻ്റെ മേളിൽ കയറിയത്. പിന്നെ അതേ കോവലൊക്കെ കണ്ടോ പടർന്ന് കിടക്കുന്നത്, എൻ്റെ മേളിലേക്ക് അങ്ങോട്ട് പടർന്നു. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കായ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ അതിൻ്റെ ആ സീസൺ കഴിഞ്ഞു, ഇനി വീണ്ടും കായ്ച്ച് വരണം. ഓക്കെ, ഇപ്പോൾ ദേ ചെറുത് ഇങ്ങനെ വന്ന് ചെറിയത് അവിടെ ആയിട്ടൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അവിടെ ഒരു വലുത്, ചെറുത്, അങ്ങനെ വിളവെടുപ്പ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇത് ചെറുത് വളരുന്നുണ്ട് കേട്ടോ. ഒരു 3-4 ചെറുത് കുഞ്ഞായിട്ട് ഇവിടെ എല്ലാം ഉണ്ട്. ഒരെണ്ണം, 1 2 3 കണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. ഇതൊക്കെ വരുമല്ലോ ഇനി. പിന്നെ പോലീസ് കടലിലേക്ക് തിരിച്ചെത്തിയ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് കാണണമെന്നുണ്ടായിരുന്നു അല്ലേ. കറിവേപ്പില കുറച്ച് പറിച്ചു, നമ്മുടെ ചീര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇതല്ല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ഇത് വേറെ ദിവസം ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ഒരു ഹെൽത്തി മില്ലറ്റ് പുലാവും അതിൻ്റെ കൂടെ നല്ലൊരു ഹെൽത്തി സാലഡും ഉണ്ടാക്കാൻ പോകണം, റൈത്ത. ഓക്കെ, അപ്പോൾ താഴത്തെ കിച്ചണിലേക്ക് പോകാം, നമ്മുടെ കൊച്ചടുക്കളയിലേക്ക്. അപ്പോൾ നമ്മൾ ഹെൽത്തി ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയും കഴിച്ചുമൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ലഞ്ച് ഐറ്റം ആക്കാം, അല്ലെങ്കിൽ ഡിന്നർ ആക്കി. ഇത് കഴിയുന്നിടത്തോളം ഇത് ലഞ്ചായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് മില്ലറ്റ് വെച്ചിട്ടുള്ള ഒരു പുലാവാണ്. അപ്പോൾ ഇത് ബാൺ യാർഡ് മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യമാണ്. ഭയങ്കര ഹെൽത്തി ഫുഡായിട്ടാണ് അറിയപ്പെടുന്നത്. സൂപ്പർ ഫുഡ് എന്നാണ് പറയുന്നത് മില്ലറ്റ്സിനെ കുറിച്ച്. അതായത് ഒരുപാട് കാർബ് വളരെ കുറവാണ് ഇതിനകത്ത്. അതുപോലെ ഹൈ ആയിട്ടാണ് പ്രോട്ടീന്, ഫൈബർ, വൈറ്റമിൻ ബി, പിന്നെന്താ പറയുക, ഒരുപാട് മിനറൽസ്, ധാരാളം കാര്യങ്ങളുള്ള സംഭവമാണ്. ഗ്ലൂട്ടനൊക്കെ കുറവാണ്. പിന്നെ അതുപോലെ ദഹനം വളരെ നല്ല സ്ലോ ആയിട്ടാണെങ്കിലും നല്ല വയറിന് നല്ല സുഖമായിരിക്കും. പിന്നെ എന്താ, ഡയബറ്റിക് ഫ്രണ്ട്ലിയാണ്, ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ്, അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് നല്ലതാണ്. അങ്ങനെ എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ 2 സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട് മില്ലറ്റ്സിനെ കുറിച്ച്. വേറൊരു ഗ്രൂപ്പ് പറയുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും 3 നേരം മില്ലറ്റ്സ് കഴിക്കരുതെന്നാണ് പറയുന്നത്. എന്നാലും ആഴ്ചയിൽ ഒരു 2 3 4 ദിവസം കഴിച്ചാലും ഒരു തെറ്റുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അതിൽ 2-3 കാര്യങ്ങളുണ്ട്. മില്ലറ്റ്സ് കഴിക്കുമ്പോൾ സാധാരണയായിട്ട് കുതിർത്തിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ല, കുതിർത്തിട്ട് വേവിച്ച് കഴിക്കുന്നത്. ഈ മില്ലറ്റ്സിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ്, ഇതിൻ്റെ ഒരു മൈനസായിട്ട് പറയുന്നതാണ് ഫൈറ്റിക് ആസിഡ്. ഈ ഫൈറ്റിക് ആസിഡിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ന്യൂട്രിയൻസ് ശരീരത്തിനെ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കഴിവ് കുറയ്ക്കുന്ന ഒരു കാര്യമാണ് ഈ ഫൈറ്റിക് ആസിഡ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് ന്യൂട്രിയൻസ് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാതെ പോകുന്നു ഈ ഫൈറ്റിക് ആസിഡിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട്. അപ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്, ഫൈറ്റിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ടാണ് ഇത് കുതിർത്തിട്ട് വേവിക്കണം എന്ന് പറയുന്നത്. കുതിർത്ത് കഴിയുമ്പോൾ ഫൈറ്റിക് ആസിഡ് കുറച്ച് നിർവീര്യമായി പോകും. അതിനകത്തുള്ള ദോഷങ്ങളൊക്കെ, ഫൈറ്റിക് ആസിഡ് ഉണ്ടാക്കുന്ന എല്ലാ ദോഷങ്ങളും മാറും. അതുകൊണ്ട് തന്നെ പിന്നെ നന്നായിട്ട് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ മില്ലറ്റ് മാറിക്കഴിയും. അങ്ങനെ വരുമ്പോൾ കുഴപ്പമില്ല, അതിനകത്തുള്ള എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ മില്ലറ്റ്സിനകത്തുള്ള എല്ലാ ന്യൂട്രിയൻസും ശരീരത്തിൽ കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. ഓക്കെ, പിന്നെ ചാമ എന്ന് പറഞ്ഞിട്ടുള്ള മില്ലറ്റിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് മില്ലറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഗുണമുള്ള 1-2 ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ ബാൺ യാർഡ് മില്ലറ്റ് എന്ന് പറഞ്ഞാൽ. ബാൺ യാർഡ് മില്ലറ്റിൻ്റെ മലയാളം പേര് കുതിരവാലി എന്നാണ്. കുതിരവാലി ചെറുധാന്യം. അപ്പോൾ ഈ കുതിരവാലിയിൽ പിന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മില്ലറ്റ്സ് വലിയ സംഭവമാണ്. എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ കുതിരവാലിയിലാണ് പുലാവ് ഉണ്ടാക്കാൻ പോണേ, ഈ ബാൺ യാർഡ് മില്ലറ്റ്. ഇതിൽ നിന്ന് ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ എടുത്തുന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ നിന്നും 1 കപ്പ് അളന്നെടുത്തിട്ട് ഇത് കുതിരാനായിട്ടൊരു 6 to 8 hours, 6 മുതൽ 8 മണിക്കൂർ. അപ്പോൾ രാവിലെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിടാം. ഇനി ഉച്ചക്കലത്തേക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വെള്ളത്തിലിടാം. നൈറ്റാണെങ്കിൽ ഒരു 10 മണിയാകുമ്പോൾ ഇട്ടാൽ മതി. അങ്ങനെയല്ല, ഇത് നോക്കിയാൽ ഒന്ന് കഴുകണം. 2-3 വെള്ളം കഴുകിയിട്ട് പിന്നെ കുറച്ച് നല്ല വെള്ളം, ഫ്രഷ് വാട്ടർ ഒഴിച്ച് കുതിരാൻ വെച്ച് കഴിഞ്ഞാൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ നല്ല കുതിർന്ന്. പിന്നെ ഈ വെള്ളം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ല കുതിർത്ത വെള്ളം. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ്, ഇത് അൺപോളിഷ്ഡാണ്, വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 1 കപ്പിന് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ വെള്ളം തന്നെ യൂസ് ചെയ്യാം. വെള്ളം അരിച്ചു മാറ്റി ഇനി വെള്ളം അളന്ന് 2 കപ്പ് ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ മില്ലറ്റ് പുലാവ് ഉണ്ടാക്കാൻ പോകുന്നു. കുതിരവാലി ബിരിയാണി അല്ലേ, ഇതൊരു പുലാവാണ്. എല്ലാം കൂടി ചേർന്ന് വേവിച്ചെടുക്കുന്നതാണ്. കുതിർത്തായതുകൊണ്ട് പെട്ടെന്ന് വേകുകയും ചെയ്യും. പിന്നെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ആദ്യം നമ്മളൊരു മസാല പോലെ തയ്യാറാക്കിയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട്, അതായത് വെജ് പുലാവാണല്ലോ, എന്നിട്ടാണ് ഇതെല്ലാം കൂടി പ്രോസസ്സ് ചെയ്യുന്നത്. അതിന് നമുക്ക് എണ്ണയൊക്കെ വളരെ മിനിമം മതി. പിന്നെ നെയ്യിലുണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. നെയ്യ് നല്ലതാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാറ്റായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഏത് കാര്യവും ഓവറായി കഴിഞ്ഞാലാണ് കുഴപ്പം. കുറച്ച് ക്വാണ്ടിറ്റിയിൽ എല്ലാം നല്ലതാണ്.
പാത്രം ചൂടായിട്ടുണ്ട്. ഇച്ചിരി നെയ്യ് ഒഴിക്കാം. 2 ടേബിൾ സ്പൂണൊക്കെ ധാരാളം മതിയാകും. ആദ്യമേ തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, നമ്മൾ തോരനിലരക്കില്ലേ ആ ജീരകം. അതോടൊപ്പം തന്നെ കുറച്ച് സാജീരകം, ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന സാജീരകം, അതൊരു 1/2 ടീസ്പൂണോളം ചേർക്കാം. ഇനി കുറച്ച് ഹോൾ സ്പൈസസ്, കുറച്ച് പട്ട, ഏലക്ക, ഒരു തക്കോലം ചെറുത്, 3-4 ഗ്രാമ്പു. അപ്പോൾ സ്പൈസസിൻ്റെയൊക്കെ മണം ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ ഇത് ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1, ഇത് രണ്ടും ചതച്ചതാണ്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചത്, അത് മതിയാകും. ഇത് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി യോജിപ്പിക്കാം ഇതിനോടൊപ്പം, അത്രേ ഉള്ളൂ. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കാം. ഇപ്പോൾ ഇതെല്ലാം മൂത്ത് തുടങ്ങി, കളർ മാറാൻ തുടങ്ങുന്നു. ഇനി സവാള, ഒരു മീഡിയം സവാള ഇങ്ങനെ ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചത്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ എണ്ണയും ചേർക്കുകയാണെങ്കിൽ ഐഡിയലായിരിക്കും, കൃത്യമായിരിക്കും. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി, 1 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ. ഇതിപ്പോൾ ഞാൻ ചതച്ചിട്ടേ ഉള്ളൂ. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. സവാള വാടി കളറെല്ലാം മാറാൻ തുടങ്ങുന്ന ഈ ഒരു സ്റ്റേജിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എത്ര എരിവ് വേണം അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ. പിന്നെ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയിട്ട് മുളക് പൊടി ഇല്ലാതെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂണോളം മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി. നിർബന്ധമില്ല, പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അതിൽ പെപ്പർ പൗഡർ ഇട്ടാലും മതിയാകും. ഇത് നല്ല മൂത്ത് കഴിഞ്ഞു, പച്ചച്ചുവയൊക്കെ മാറി. ടൊമാറ്റോ, ഇത് 2 ചെറിയ ടൊമാറ്റോ ആണ്. കപ്പളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1/2 കപ്പ് ഉണ്ടാവും. കുറച്ച് പുതിന, കുറച്ച് മല്ലിയില, ഇതിനോടൊപ്പം ബീൻസ് ചേർക്കാം. ഏകദേശം ഒരേ ക്വാണ്ടിറ്റി ബീൻസും ക്യാരറ്റും ഞാൻ ചേർക്കുകയാണ്. 1 കപ്പ് ബീൻസും 1 കപ്പ് ക്യാരറ്റും. നീളത്തിൽ ഇങ്ങനെ കോണിച്ച് ചരിച്ചൊക്കെ അരിഞ്ഞാൽ മതിയാകും, തീരെ ഫൈനായിട്ടല്ല. വെജിറ്റബിൾസൊക്കെ നമ്മൾ ഹെൽത്തി അല്ലേ, അത് കാരണം ധാരാളം ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതിനോടൊപ്പം വേണമെങ്കിൽ പല കോളിഫ്ലവറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കാം, ഗ്രീൻ പീസ് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് ഓഫ് വെജിറ്റബിൾസ്, റാഡിഷ് ആകാം, മുള്ളങ്കി. ഒന്ന് വാടി വരട്ടെ ടൊമാറ്റോ. വെജിറ്റബിൾസ് കുറച്ചുകൂടി ഒന്ന് വാടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്ന് മൂക്കുകയാണ്. അപ്പോൾ ടൊമാറ്റോ ഒന്ന് വാടി ഇച്ചിരി ഒന്ന് കുഴഞ്ഞാലും തെറ്റില്ല. പക്ഷേ ഇത് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്, അപ്പോൾ അതെന്തായാലും കുഴഞ്ഞു വരും. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കുഴക്കാത്തത്. ഇതിലൊരു അല്പം വെള്ളം ഒഴിക്കാം ഈ ഒരു സ്റ്റേജിൽ. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു. വെള്ളം ഏകദേശം വെച്ച് തുടങ്ങുന്നു. ഈ ഒരു സ്റ്റേജിൽ 1/2 കപ്പ് തൈര്, തീ അല്പം കുറയ്ക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ്, 1/2 കപ്പ്. അപ്പോൾ എല്ലാം കൂടി നല്ലൊരു മണം. ഇച്ചിരിയോടെ ഉപ്പ് ചേർക്കുന്നു. തീ അല്പം കൂട്ടി കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ അതിൻ്റെ ചാറൊക്കെ വറ്റി, എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു തുടങ്ങി. ഇതിലേക്ക് അരിച്ചു മാറ്റിയ നമ്മുടെ ബാർണിയാർഡ് അഥവാ കുതിരവാലി മില്ലറ്റ് ചെറുധാന്യം ചേർക്കണം. ഇതൊരു 8 മണിക്കൂർ കുതിർന്നതാണ്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് കുക്കറിലേക്ക് മാറ്റാം. കുക്കറിൽ മാറ്റിയിട്ട് ആ 2 കപ്പ് വെള്ളവും കൂടി ആ ഊറ്റി മാറ്റിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എക്സ്ട്രാ ഉപ്പ് വേണമെങ്കിൽ അതും കൂടി ചേർത്തിട്ട് കുക്കർ അടയ്ക്കാം. ഇപ്പോൾ പുലാവിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം റെഡി. ഇനി ഇതെല്ലാം കൂടി കിടന്നൊന്ന് വേഗണം, അത്രേ ഉള്ളൂ. കുക്കറിലേക്ക് മാറ്റട്ടെ. ഞാനിപ്പോൾ ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റ് കുക്കറിനകത്ത് ഡയറക്റ്റായിട്ടും ചെയ്യാം. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കുറച്ചുകൂടി ഈസി ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പരന്ന പാത്രത്തിൽ ആദ്യം നമ്മുടെ ഒരു കടായിൽ ആദ്യം ചെയ്തിട്ട് കുക്കറിലേക്ക് മാറ്റുന്നത്. അല്ലെങ്കിൽ 1 പോട്ട് ഡിഷായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കുക്കറിലേക്ക് മാറ്റി കഴിഞ്ഞ് നമ്മുടെ പുലാവിൻ്റെ കൂട്ട് ഇനി അളന്ന് വെച്ചിരിക്കുവാണ്. വെള്ളം കറക്റ്റായിട്ട് 2 കപ്സ്. ഇത് കുതിർന്ന വെള്ളം തന്നെയാണ്.
അതിൻ്റെ എല്ലാ ഗുണവും കിട്ടട്ടെ. അപ്പോൾ 1 കപ്പ് മില്ലറ്റ് ഉണ്ടായിരുന്നു, ഇത് 2 കപ്പ് വെള്ളം. ഉപ്പൊക്കെ നോക്കാം കേട്ടോ, ഈ സമയത്ത് നോക്കിയിട്ട് ആഡ് ഓൺ ചെയ്യാം. അല്പം ഉപ്പും കൂടി ചേർക്കണു. ഇനി കുക്കർ അടയ്ക്കട്ടെ. ഇനി ഒരു വിസിൽ, 1 വിസിൽ. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യുക. ഒരു വിസിൽ കഴിഞ്ഞിട്ട് 2-3 മിനിറ്റ്സ്, ഫുൾ ഫ്ലെയിമിലല്ലേ കിടക്കുന്നത്, എന്നിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട്, അതായത് ഒരു 1.5 വിസിലെന്ന് പറയാം. ഓക്കെ, ഒരു വിസിൽ കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം അതൊരു 10 മിനിറ്റോളം അതിൻ്റെ ആവി പോകാനായിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ പാകത്തിന് വെന്തിട്ടാണ്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ആ മില്ലറ്റും വെജിറ്റബിൾസും എല്ലാം വെന്ത പാകമായിട്ടിരിക്കും. അപ്പോൾ ഇത് ഒരു ഭയങ്കര എന്താ പറയുക, ഇഷ്ടംപോലെ വൈറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സൂപ്പർ ഫുഡായിട്ടാണ് അറിയപ്പെടുന്നത് മില്ലറ്റ്സ്. ഏത് ഹെൽത്തി ഫുഡ് കഴിക്കുമ്പോഴും നമ്മളത് ഏറ്റവും സ്വാദോടുകൂടി കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ അതാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ടേസ്റ്റി ആയിട്ട് കഴിക്കുമ്പോൾ കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ റൈത്ത വേണം. ഞാനൊരു കുക്കുംബർ റൈത്ത ഉണ്ടാക്കണം, അതും നമുക്ക് നല്ലതാണ്. വെള്ളരിക്ക സലാഡ് കുക്കുംബർ വെച്ചിട്ട്, ഓക്കെ, അത് വെച്ചിട്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ടൊരു റൈത്ത ഉണ്ടാക്കാം. ഇത് റെഡി ആകുമ്പോഴത്തേക്കും അത് സെറ്റാക്കാം. അപ്പോൾ ഫസ്റ്റ് വിസിൽ വന്നു. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. തീ ഒരൽപ്പം ഒന്ന് കുറച്ചിട്ട് 2 മിനിറ്റ്സ്, 2 to 3 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 15 മിനിറ്റോളം സമയമായി. ഞാൻ റൈത്തയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ സലാഡ് കുക്കുംബറും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മിക്സിങ് മാത്രമേ ഉള്ളൂ. ഇനി ഇത് തുറന്ന് നോക്കാം. ഇത് അതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്, നോക്കട്ടെ. പെർഫെക്റ്റ്ലി ഡൺ. ആഹാ, എന്താ മണം, രക്ഷയില്ലല്ലോ. നല്ല മണം, നല്ലൊരു പുലാവിൻ്റെ മണം. ഇനി ഇത് ഇളക്കി വെച്ചാൽ മതി. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി സെറ്റാകും. ഇനി ഓപ്പണാക്കി വെക്കാം. എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. ഓൾ സെറ്റ് ടു ഗോ, റെഡി. നല്ല മണം. അപ്പോൾ നമ്മുടെ പുലാവ് ഇവിടെ ഇങ്ങനെ ഇച്ചിരി ഒന്ന് തണുക്കാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി ഒന്ന് സെറ്റാണ്. അപ്പോൾ റൈത്ത ഒന്ന് മിക്സ് ചെയ്താലോ. നമ്മുടെ യോഗേർട്ട് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പിൽ കൂടുതലുണ്ട്. സലാഡ് കുക്കുംബർ ക്യൂബ്സായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് നേരം തൈരിൽ കിടക്കുമ്പോൾ തൈര് കുറച്ചുകൂടി ഒന്ന് വാട്ടർ ചെയ്യാം. ഇച്ചിരി കൂടെ ലൂസൻ്റായി വന്നോളും. ഒരു ചെറിയ സലാഡ് കുക്കുംബർ മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വളരെ ഹെൽത്തി കാര്യങ്ങളാണതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ഞാൻ ചേർക്കാൻ പോകണം. ഒരു 1/2 കപ്പ് മാതളം, ഇച്ചിരി ഉപ്പ് വേണം. അപ്പോൾ നല്ല കളർഫുൾ റൈത്ത ആയത് നോക്കിയേ. ആഹാ, അടിപൊളി. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കാം. ഇനി ഇത് ഇരിക്കുന്നതോറും കുറച്ചുകൂടി ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് ലൂസാകും. അതുകൊണ്ട് നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല കട്ട തൈരിൽ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. പക്ഷേ വേണ്ട, നമ്മളൊരു ഹെൽത്തി വേർഷൻ ചെയ്യുമ്പോൾ പഞ്ചസാര അത് വേണ്ട. ഓക്കെ, ഇനി ഇത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ നല്ല തണുത്തിരിക്കും. ആ കഴിക്കുന്ന സമയം മാത്രം പുറത്തെടുത്താൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇറ്റ് വിൽ ബി വെരി വെരി ടേസ്റ്റി. ഓക്കെ, ഇച്ചിരി ഒരു കുഴഞ്ഞ് ഇച്ചിരി നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മില്ലറ്റ് പുലാവായിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു റൈത്തയും പിന്നെന്താ പറയുക, വേണമെങ്കിൽ ഒരു അച്ചാറും ഒരു പപ്പടമൊക്കെ ആകും. നല്ലൊരു കോമ്പിനേഷനായിരിക്കും. അപ്പോൾ ഇത് ഈ രീതിയിൽ നമുക്ക് വളരെ സോഫ്റ്റ് ആൻഡ് ചെറിയ കുഴഞ്ഞ രീതിയിൽ കഴിക്കാൻ ഭയങ്കര സുഖമായിരിക്കും. ഇനി ഇതിനെക്കാട്ടിലും ഡ്രൈ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും കൂടാൻ പാടില്ല. 1 കപ്പ് മില്ലറ്റ് ആണെങ്കിൽ കുതിർത്ത മില്ലറ്റ് 6 to 8 hours കുതിർത്താണെങ്കിൽ കറക്റ്റ് 2 കപ്പ്. ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, ബാർണിയാർഡ് മില്ലറ്റൊക്കെ ആ ഒരു അളവിൽ തന്നെ, ഫോക്സ് ടെയിൽ മില്ലറ്റ് ആണെങ്കിലും ഒക്കെ ആ ഒരു പ്രൊപ്പോർഷൻ കൊണ്ടുപോകണം. നമ്മളിപ്പോൾ ചെയ്തതിൽ മസാലയുടെ കുറച്ച് ചാറുണ്ടായിരുന്നല്ലോ അല്ലേ, തൈരും എല്ലാം കൂടി ചേർത്ത് അത് ഏകദേശം ഒരു 1/2 കപ്പോളം ചാറ് എക്സ്ട്രാ വരും. അതും കൂടി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കുഴഞ്ഞ രീതിയിൽ വന്നത്. അതില്ലാണ്ട് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് 1:2 എന്നുള്ള നിലയ്ക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും ഒട്ടും തന്നെ കുഴയാണ്ട്
ഇങ്ങനെ ഉതിർന്ന് വരുന്ന പോലെ കിട്ടും. അത് കഴിക്കാൻ സുഖം ഇതാണ്. പിന്നെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആ മസാലയൊക്കെ ചെയ്യുമ്പോൾ അത് ഒട്ടും തന്നെ വെള്ളം വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ മസാല ഗ്രേവി ഒട്ടും ഇല്ലാത്ത രീതിയിൽ ഡ്രൈ ആക്കിയിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് ഇച്ചിരി ഒന്ന് കുറച്ചാൽ മതി. ഒരു 2 കപ്പ് എന്നുള്ള 1.25 കപ്പ് ഈ മസാലയുടെ ഗ്രേവിയുടെ അളവും കൂടെ നോക്കിയിട്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഈ റൈത്ത കൂട്ടി കഴിക്കുക. ഒരു ഗംഭീരമായ ഐറ്റമാണ്, നല്ല ടേസ്റ്റാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാമല്ലോ. ഇതിപ്പോൾ ലഞ്ചിന് ഉണ്ടാക്കാം. നമ്മുടെ ഞാനിപ്പോൾ പറയുന്ന ഫുഡ് ഹെൽത്തി ഫുഡിൻ്റെ കൂട്ടത്തിൽ മില്ലറ്റ് ആഴ്ചയിൽ 2, 3, 4 ദിവസം ഇൻക്ലൂഡ് ചെയ്യാം, ഒരു നേരത്തെ ഭക്ഷണമായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, കുതിർത്തിട്ട് തന്നെ ഉപയോഗിക്കാം മില്ലറ്റ്സ്. കാരണം ആ ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുതിർത്താലേ പറ്റുള്ളൂ. അതിൻ്റെ പ്രസൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ ബോഡി അബ്സോർബ് ചെയ്യുന്ന കഴിവ് ഇല്ലാണ്ടാകും. അത് നമ്മുടെ ശരീരത്തിൽ കിട്ടില്ല. അതുകൊണ്ട് അത് വളരെ പർട്ടിക്കുലർ ആയിരിക്കണം. ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലാകാം. ഏറ്റവും മുകളിൽ കുറച്ച് മല്ലിയില ഇടാം. ഓക്കെ. ഇത് കുറച്ചുകൂടി തണുക്കുമ്പോൾ കുറച്ചുകൂടി ഡ്രൈ ആകും. കാണാനൊക്കെ നല്ല ലുക്കായാലും ഇനി ഇതിച്ചിരുന്ന് കഴിച്ച് കാണിക്കാം കേട്ടോ. മില്ലറ്റ് പുലാവിൻ്റെ അക്കമ്പനിമെൻ്റായിട്ട് അതെ നമ്മുടെ കുക്കുംബർ, മാതളം റീത്ത, അതിൻ്റെ ഒരു അലങ്കാരം ഇങ്ങനെ ഇരിക്കട്ടെ. കുറച്ചുകൂടി കളർഫുൾ ആയിരിക്കും. അകത്തോട്ടുണ്ട്, എങ്കിലും നമുക്കിങ്ങനെ ടോപ്പിൽ അതും കൂടി വയ്ക്കാം. ആൻഡ് ഇച്ചിരി മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിലിടാം എക്സ്ട്രാ. ഓക്കെ, കാണാനൊരു അട്രാക്ഷൻ കൂടും. ഒരല്പം സെർവ് ചെയ്യാം. സ്മോൾ പോർഷൻ. യെസ്, നമ്മുടെ ബ്യൂട്ടിഫുൾ റൈത്ത. അടിപൊളി കോംബോ. എൻ്റെ സൈഡിലായിട്ട് ഇച്ചിരി അച്ചാറും കൂടി വെക്കണം. ഇന്നിപ്പോൾ ഇവിടെ മാങ്ങാക്കറി, നമ്മുടെ കട്ട് മാംഗോ പിക്കിൾ. അപ്പോൾ ഇതിൽ യോഗേർട്ട് ഉണ്ട്, തൈരെന്ന് പറയുമ്പോൾ നല്ല ഫാറ്റാണ്, ദറ്റ് ഈസ് ഗുഡ് ഫാറ്റ്. പിന്നെ ഫ്രൂട്ടുണ്ട്, കുക്കുംബറുണ്ട്, പിന്നെ ഇതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്, വെജിറ്റബിൾസും വെള്ളറ്റും എല്ലാം കൂടി. ഗംഭീരമല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോ. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിൻ്റെ സ്വാദ് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ എരിവൊക്കെ കൂടുതലും കുറവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഇതിൻ്റെ കോമ്പിനേഷനിലൊന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോന്നു. ഇതിനോടൊപ്പം ഇച്ചിരി അച്ചാറും കൂടി ആയാലോ? നോക്കിക്കോളൂ. ഇതിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, എന്താ വേണമെങ്കിൽ ചേർക്കാം. ഇച്ചിരി അച്ചാറും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളറിയാതെ കഴിച്ചു പോകും. സോ ഹെൽത്തി, യമ്മി. ഉണ്ടാക്കി നോക്കുക, ഇഷ്ടം. ഗംഭീരമാണ്. നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിക്ക് പറ്റിയൊരു ഐറ്റമാണ്. റൈസ് കഴിക്കുന്നതിന് പകരം ഇത് കഴിച്ചാൽ മതി. ഓക്കെ, ഇഷ്ടം. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗിൽ ഞാൻ ഈ ഒരു ഐറ്റം കാണിക്കാമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ഞാനൊരു ഹെൽത്തി വെയിറ്റ് ലോസ് ജേണിയുടെ ഭാഗമായിട്ട് നടക്കുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്കും ഇത്തരം റെസിപ്പീസ് വേണമെന്ന് ആവശ്യപ്പെടുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു ഫുഡായിട്ട് കാണിക്കുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 4 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം. ഒരു കപ്പിൽ ഉണ്ടാക്കിയത് 4 to 5. ഒരു സ്മോൾ ക്വാണ്ടിറ്റി കഴിക്കുന്നതല്ല, ഒരുപാട് എന്ത് കഴിച്ചാലും ഒരുപാട് സ്റ്റഫ് ചെയ്യാണ്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു 4-5 പേർക്ക് സുഖമായിട്ട് കഴിക്കും. അപ്പോൾ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.